പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതത്തിലെ സങ്കീർണ പ്രശ്നങ്ങൾ മനുഷ്യനെ വേട്ടയാടുമ്പോൾ സ്വാന്തനമായി പനക്കലച്ചൻ നമ്മോടൊപ്പം. അച്ഛനെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ അനേകം കത്തുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത ഒരു കത്ത് ഇപ്പോൾ വായിച്ച് പനക്കലച്ചൻ ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പനക്കലച്ച, എൻ്റെ പേര് ജോർജ്, എറണാകുളം സ്വദേശിയാണ്. എൻ്റെ മകളെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. അവളിപ്പോൾ കോളേജിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. അവൾ ഒരു മുസ്ലിം പയ്യനുമായി പ്രണയത്തിലാണ്. അത് ഞാൻ ചോദ്യം ചെയ്തപ്പോൾ അവൾ എന്നോട് തട്ടിക്കയറി. അവനെ തന്നെ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന വാശിയിലാണവൾ. അവൻ എൻ്റെ മകളെ മതം മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അവൻ്റെ ഈ കെണിയിൽ വീണുപോയി. അവൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ അവസരത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അച്ഛാ? ഇതിനെ എനിക്ക് ഉചിതമായ മറുപടി തന്ന് എന്നെ സഹായിക്കണം എന്ന് ജോർജ്. ജോർജ് എന്ന പിതാവ് തൻ്റെ മകള് ഒരു തെറ്റായ ബന്ധത്തിൽ ചെന്ന് ചാടിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വേദനയും ദുഃഖവുമാണ് ഈ കത്തിൻ്റെ ഉള്ളടക്കം. ഈ അവസരത്തിൽ ജോർജിനോട് പറയാനുള്ളത്, ജോർജ് ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ, മാമോദിസ സ്വീകരിച്ച വ്യക്തി എന്ന നിലയിൽ ജോർജ് തൻ്റെ ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഒന്ന് ആത്മാർത്ഥമായി പരിശോധിക്കുകയും ആ ഉത്തരവാദിത്തത്തിൽ വന്ന വീഴ്ചകളെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. കാരണം ജോർജ് തൻ്റെ മകളെ സ്കൂളിലേക്കോ കോളേജിലേക്കോ അയക്കുമ്പോൾ ജോർജ് ആ മകൾക്ക് നൽകേണ്ടതായ ചില ഉപദേശങ്ങളുണ്ട്. ഒന്നാമത്തെ ഉപദേശം അവളോട് പറയേണ്ടതാണ്, നീ മാമോദിസ സ്വീകരിച്ച് യേശുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവമായി തീർന്ന കത്തോലിക്ക സഭയിലെ ഒരംഗമാണ്. കത്തോലിക്ക സഭയിലെ ഒരംഗമാകുക എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയിലെ മെമ്പർഷിപ്പ് പോലെയല്ലത്. അത് യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവമാണ്. ആ മാമോദിസായിലെ നമുക്ക് കാണാൻ സാധിക്കും. മാമോദിസായിൽ ആ മാമോദിസ സ്വീകരിക്കുന്ന അർത്ഥിയുടെ തലയിൽ വൈദികൻ ഒരു മുടി വയ്ക്കുന്നുണ്ട്, കിരീടം. അത് നീ അഭിഷിക്തനാണ് എന്നത് സൂചിപ്പിക്കുകയാണ്. നീ അഭിഷിക്തനാണ്. അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ കയ്യിൽ കത്തിച്ചൊരു മെഴുതിരി നൽകുന്നുണ്ട്. യേശുവാകുന്ന പ്രകാശം ഇതാ നിന്നിലേക്ക് വന്നിരിക്കുന്നു. ഇനി നീ ഇവിടെ നിന്ന് സ്കൂളിലേക്കോ കോളേജിലേക്കോ ഒക്കെ പോകുമ്പോഴും അന്ധകാരം നിറഞ്ഞ ചുറ്റുപാടുകളിലൊക്കെ പ്രകാശം പരത്താനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. മാമോദിസ സ്വീകരിച്ച വ്യക്തി ഒരു സാക്ഷിയാണ്. തന്നെയല്ല, അവൻ അന്ധകാര ശക്തികളുമായി നിരന്തരം പോരാട്ടത്തിലാണ്. ഒരു പോരാളിയാണ്. പടക്കളത്തിൽ ഇറങ്ങി നിൽക്കുന്ന പട്ടാളക്കാരൻ ചുമ്മാ നിന്നാലും അവൻ്റെ തല പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നിരന്തരം തിന്മയുമായിട്ട് മല്ലിടേണ്ടതായൊരു വ്യക്തിയാണ്. അപ്പോൾ ഇത്തരം ബോധം ഈ കുട്ടിയുടെ ഉള്ളിൽ പകർന്നു കൊടുക്കാൻ ജോർജിന് കഴിഞ്ഞിട്ടില്ല. തന്നെയല്ല, ജോർജ്
ആ മാമോദിസ സ്വീകരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ കർത്താവിന് സുവിശേഷം മറ്റുള്ളവർക്ക് നൽകാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. മറ്റുള്ളവരെയും കൂടി യേശുവിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. 1 പത്രോസ് 2:9 നമ്മൾ വായിക്കുന്നു, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ നിങ്ങൾ പ്രകീർത്തിക്കണം. അപ്പോൾ വലിയ ഉത്തരവാദിത്വം ഉള്ള വ്യക്തിയാണ് മാമോദിസ സ്വീകരിച്ച വ്യക്തി. ഞാൻ അച്ഛനാ മാമുദീസയുടെ 2 അടയാളങ്ങൾ പറഞ്ഞപ്പോൾ ബോധപൂർവം ഇപ്പോഴാണ് കേട്ട അച്ഛൻ ചിന്തിക്കണേ. കാരണം ഞാൻ അടുത്ത് മാർപ്പാപ്പേരെ സിനഡാലിറ്റിയെ കുറിച്ചുള്ള ലേഖനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: മാമുദീസ സ്വീകരിക്കുന്ന ഏതൊരുവനും സുവിശേഷ പ്രഘോഷണത്തിൻ്റെ നായകനാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ഈ മെഴുകുതിരി കൊടുക്കുമ്പോഴും കിരീടം വയ്ക്കുമ്പോഴും ശരിക്ക് നീ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ് അഭിഷേകം ചെയ്ത് ഒരു ശിശുവിനെ, അപ്പം അച്ഛൻ പറഞ്ഞതിൻ്റെ പൂർണ്ണാർത്ഥം മാമുദീസയിലുണ്ട് ഈ 2 കാര്യം. അപ്പം ഞാൻ ആരാണ് എന്ന ഒരു ബോധം ആ കുട്ടിക്ക് യേശുക്രിസ്തുവിൽ ഞാൻ ആരായി തീർന്നിരിക്കുന്നു എന്ന ബോധം ആ കൊച്ചിന് കിട്ടാതെ പോയിട്ടുണ്ട്. ആ കുട്ടിക്ക് ജോർജിന് പകർന്നു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ജോർജ് ഇത് കത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ കുട്ടിയുടെ അപരാധത്തെക്കുറിച്ചായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, ആ കുട്ടി ചെയ്ത തെറ്റ്. അതെ. പക്ഷേ ജോർജ് തൻ്റെ ഉത്തരവാദിത്വം എങ്ങനെ നിർവഹിച്ചു എന്ന് ഉള്ള കാര്യം അതിന് പിന്നിൽ മറിഞ്ഞു കിടപ്പുണ്ട്. ആ ഉത്തരവാദിത്വം ഈ നിമിഷത്തിലെങ്കിലും ജോർജ് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ പശ്ചാത്തപിക്കാനുള്ളത് പശ്ചാത്തപിച്ച് അങ്ങനെ ഈ നിമിഷം മുതൽ യേശുവിൻ്റെ പടയാളിയായി ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന വ്യക്തിയായിട്ട് മാറണം. അങ്ങനെ മാറുമ്പോൾ തിന്മയ്ക്കെതിരെ പടവെട്ടുന്ന വ്യക്തിയായിട്ട് ദൈവം ജോർജിനെ അഭിഷേകം ചെയ്യും. തന്നെയുമല്ല, ജോർജ് മനസ്സിലാക്കണം, ജോർജിനെ ദൈവം അപ്പനായി പിതാവായി ഉയർത്തിയിട്ടുണ്ട്. ഒരു പിതാവിന് വലിയ അധികാരമാണ് കുടുംബത്തിലുള്ളത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ അധികാരത്തിൻ്റെ ഒരു പ്രതീകമാണ് കുടുംബത്തിലെ ഓരോ പിതാവും. അതുകൊണ്ട് ആ പിതാവിന് വലിയ അധികാരമുണ്ട്. പ്രത്യേകിച്ച് ഒരു കുടുംബനാഥൻ കുടുംബത്തിലെ പുരോഹിതനാണ്, കുടുംബത്തിലെ പ്രവാചകനാണ്, അതുപോലെ തന്നെ രാജാവാണ്. ഈ 3 ശുശ്രൂഷകളും ജോർജിനുണ്ട്. അതിലൊരു ശുശ്രൂഷയാണ് കുടുംബത്തിലെ രാജാവാണ് കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ ഭരിക്കാനുള്ള അധികാരമുണ്ട്. ഭരിക്കാനുള്ള അധികാരം മാത്രമല്ല, ഒരു രാജാവ് തൻ്റെ രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് പ്രജകളെ സംരക്ഷിക്കുന്നവൻ കൂടിയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടതാണ്, ഇപ്പോൾ തൻ്റെ മകള് ആ ദൈവത്തിൻ്റെ പൈതൽ എന്നുള്ള കാര്യമെല്ലാം മറന്ന് അവളുടെ തെറ്റായ ബന്ധത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ പ്രേമബന്ധത്തിലൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അത് വലിയ അടിമത്തമാണ്. ആ അടിമത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആരെയാണോ പ്രേമിച്ചത് ആ വ്യക്തി പറയുന്നതെല്ലാം ചെയ്യും. അത് മതം മാറാൻ പറഞ്ഞാൽ മതം മാറും, പിന്നെ വേറെ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ ചെയ്തു കൊടുക്കും. കാരണം ഈ പ്രേമത്തിലൂടെ ഈ വ്യക്തി അന്ധമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ പ്രേമിക്കുന്ന പെണ്ണിന് വേറെ ഒന്നുമില്ല, ആരെയാണ് പ്രേമിച്ച ആ വ്യക്തിയെ കൈവശമാക്കുക എന്നുള്ളതല്ലാതെ വേറെ യാതൊന്നും ആ കുട്ടിയുടെ തലയിലില്ല. ജീവിതമില്ല, ജീവിതത്തിൻ്റെ അന്തിമ ലക്ഷ്യങ്ങളില്ല, ഒന്നുമില്ല. ഇപ്പം ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക്
കുടുംബജീവിതത്തെക്കുറിച്ചോ വിവാഹ ജീവിതത്തെക്കുറിച്ചോ ആരാണ് ഭാര്യ, ആരാണ് ഭർത്താവ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു അറിവുമില്ല. ഇത് വെറും ശാരീരികമായ ചില അഭിലാഷങ്ങളിൽ പെട്ട് ബന്ധനത്തിലായിപ്പോയ ഒരു പെൺകുട്ടിയാണ്. ഇപ്പോൾ ഇവൾ തീർച്ചയായും അടിമത്തത്തിലാണ്. അവൾക്ക് സ്വന്തം ശക്തി കൊണ്ട് അതിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ ഒരിക്കലും അവൾക്ക് സാധിക്കുകയില്ല. പക്ഷേ ഈ അവസരത്തിൽ ജോർജിന് ഈ കുട്ടിയുടെ മേലൊരു അധികാരമുണ്ട്. കാരണം ദൈവം ജോർജിനെ പിതാവായി അഭിഷേകം ചെയ്തിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ജോർജ് ആ ദൈവിക അധികാരം ഉപയോഗിച്ച് തിന്മയുടെ ആ പിടിയിൽ നിന്ന് തൻ്റെ മകളെ മോചിപ്പിക്കണമെങ്കിൽ ജോർജിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു മാനസാന്തരം ഉണ്ടാകണം. ആ മാനസാന്തരം തൻ്റെ ദൈവവിളിയെക്കുറിച്ചുള്ള ബോധ്യമാണ്. ആ ബോധ്യത്തിലേക്ക് ജോർജ് കടന്നു വരുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ജോർജിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് സാറ് പറഞ്ഞ പോലെ സുവിശേഷ വേല ചെയ്യുക എന്നത്. ആ സുവിശേഷ വേല പല രീതിയിലുണ്ട്. ഒന്ന്, ഇപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് യേശു ക്രിസ്തു ലോകത്തിന് മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക എന്നതും ഒരു സുവിശേഷ വേലയാണ്. അപ്പോൾ ജോർജിൻ്റെ മകൾ മാത്രമല്ല, ഒരു കുട്ടിയും ജഡികമായ പാപത്തിൻ്റെ അടിമയായി തകർന്നു പോകാതിരിക്കാൻ ആ തിന്മയ്ക്കെതിരായിട്ട് പോരാടാനുള്ള ഉത്തരവാദിത്വം ജോർജിനുണ്ട്. ദൈവം അത് ജോർജിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ വ്യക്തികളെ നമ്മൾ അതെ, നമ്മുടെ കൺമുമ്പിലുള്ള വ്യക്തികളെ കാണരുത്. ഇത് ഒരു സാത്താനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ്. ഇതിപ്പോ ജോർജിന്റെ കത്തില് മകളെയാണ് ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ളത്. മറ്റേ അവളെ സ്നേഹിച്ച ആളെയും എന്നെ ധിക്കരിച്ചു, അതുകൊണ്ട് അവളെയും അവനെയും വെറുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ശത്രു സാത്താനാണ്. ആ സാത്താനാണ് ഇവളെ അടിമയാക്കിയിരിക്കുന്നത്. ഇവൾക്കതിനൊന്നും എഴുന്നേറ്റ് വരാൻ പറ്റുകയില്ല. അതുകൊണ്ട് പൈശാചികമായ ശക്തിക്കെതിരെയുള്ള പോരാട്ടമാണ് ജോർജിന് നടത്താനുള്ളത്. അപ്പോൾ അതിന് ഞാൻ ഈ പറഞ്ഞ പോലെ ജോർജ് തന്നെ പൂർണ്ണമായി മാനസാന്തരത്തിലേക്ക് കടന്നു വരണം. ആ മാമോദിസായിൽ കിട്ടിയ ദൈവത്തിൻ്റെ വിളി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് ഉജ്ജ്വലിപ്പിക്കണം. അങ്ങനെ പ്രകാശിക്കുന്ന വ്യക്തിയായിട്ട് മാറണം. എന്നിട്ട് തിന്മയ്ക്കെതിരെ പ്രാർത്ഥിക്കുവാനായിട്ട് ജോർജ് ആരംഭിക്കണം. എത്രയോ കുട്ടികൾ അവരുടെ ദൈവവിളി ഒന്നും മനസ്സിലാക്കാതെ സാഹചര്യങ്ങളുടെ അടിമയായി, ജഡസുഖങ്ങളുടെ അടിമയായി പാപത്തിൽ ചെന്ന് വീഴുന്നു. ഇതെല്ലാം അവസാനിക്കുന്നത് വലിയ അടിമത്തത്തിലേക്കാണ്. കുറച്ച് കഴിയുമ്പം വെറും വൈകാരിക സ്നേഹം അത് താൽക്കാലികമാണ്. ആ വൈകാരിക സ്നേഹത്തിന് ചൂടും എല്ലാം നഷ്ടപ്പെടും. അപ്പോഴേക്കും ഒരു ഉന്നതമായ ലക്ഷ്യബോധമില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ബന്ധങ്ങൾ ഉപേക്ഷിക്കും. അപ്പോഴേക്കും ഈ പെൺകുട്ടി വഴിയാധാരമാകും. പിന്നെ ആത്മഹത്യയായി അങ്ങനെ ജീവിതത്തെ വെറുക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ അച്ഛൻ ഇതിലൂടെ പറയണത് ഞങ്ങൾക്കൊക്കെ സ്വന്തം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമല്ല, മറ്റുള്ളവരുടെ മക്കൾക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കടമയുണ്ടെന്നാണ് അച്ഛൻ ഇപ്പോൾ സൂചിപ്പിച്ചു വരുന്നത്. ഒരു മകളെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ പറയണം, നീ മാംസ സ്വീകരിച്ച വ്യക്തിയാണ്, നീ പടക്കളത്തിൽ ഇറങ്ങി നിൽക്കുന്നൊരു പട്ടാളക്കാരനാണ്,
നീ ചുമ്മാ നിന്നാൽ നിൻ്റെ തലയും കൊണ്ട് ആരെങ്കിലും പോകും. ഓ അതുകൊണ്ട് നീ പ്രകാശിക്കേണ്ട വ്യക്തിയാണ്. വ്യക്തിയാണ്. നീ ആരാണ് എന്ന് നിരന്തരം നിൻ്റെ സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ട വ്യക്തിയാണ്. അങ്ങനെ വരുമ്പോഴാണ് നിൻ്റെ കൂടെയുള്ള വ്യക്തികൾക്കെല്ലാം നിന്നെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാകും. അവനൊരു പ്രത്യേക ലക്ഷ്യബോധമുള്ള ആളാണ്. അവനൊരു പ്രത്യേകമായ ലക്ഷ്യത്തിൽ നിർത്തപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്, ദൈവം നിയോഗിച്ച് നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെയുള്ള അറിവ് ചുറ്റുമുള്ളവർക്കുണ്ടാകും. അങ്ങനെ വരുമ്പോഴാണ് ആ വ്യക്തിയിൽ നിന്ന് പലതും അവർക്ക് പഠിക്കാനുണ്ടാകും. അങ്ങനെയുള്ള വ്യക്തിയായിട്ടാണ് ഓരോ ക്രിസ്തീയ കുട്ടികളും മാറേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഓരോ മക്കളോടും അവരവരുടെ മക്കളോട് സ്കൂളിലേക്കും കോളേജിലേക്കും പോകുമ്പോൾ മാതാക്കന്മാർ പറഞ്ഞു നോക്കണം, നീ പിന്നെ പഠനം തീർച്ചയായിട്ടും അവർ ചെയ്യുമല്ലോ, പക്ഷേ നീ പിന്നെ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന കാര്യം നിൻ്റെ ഓർമ്മയിലുണ്ടാകണം. 1 പത്രോസ് 2:12 നമ്മൾ വായിക്കുന്നു, വിജാതിയുടെ ഇടയിലുള്ള നിങ്ങളുടെ പെരുമാറ്റം നന്നായിരിക്കട്ടെ. നിങ്ങൾ ദുഷ്കർമ്മികളാണെന്ന് നിങ്ങൾക്കെതിരായി പറയുന്നവർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് പ്രത്യാഗമന ദിവസം ദൈവത്തെ സ്തുതിക്കട്ടെ. വലിയൊരു സാക്ഷ്യത്തിൻ്റെ ജീവിതം നയിക്കാനായിട്ടാണ് വിളിക്കപ്പെട്ട വ്യക്തിയാണ് ഓരോ ക്രിസ്തീയ കുട്ടികളും. അപ്പോൾ ഈ ഒരു ബോധ്യം ഈ കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കാത്തതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്യുക. അടുത്തതായിട്ട് പറയാനുള്ളത്, ഈ കുട്ടിയോട് അവൾ സ്വീകരിച്ചിരിക്കുന്ന മാമോദീസായുടെ വരത്തെക്കുറിച്ചും മാമോദീസായിലൂടെ കിട്ടിയ ദൈവവിളിയെക്കുറിച്ചും അവളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അവളെ പിടികൂടിയിരിക്കുന്ന തിന്മയുടെ ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുവാൻ ഈ കുടുംബനാഥന് അധികാരമുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തിന്മയുടെ ശക്തികൾ വിട്ടുപോകും. അപ്പോൾ അങ്ങനെ ആ തിന്മയുടെ ശക്തികളെ ശാസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് കുടുംബനാഥൻ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയ ശേഷം യേശുനാമത്തിൽ എൻ്റെ മകളെ പിടികൂടിയിരിക്കുന്ന ജഡിക തിന്മകളും അവയുടെ സ്വാധീനവും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പൈശാചശക്തികളും നീങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ അതിന് റിസൾട്ട് ഉണ്ടാകും. അടുത്തതായിട്ട് എൻ്റെ മകളെ യേശുവിൻ്റെ തിരുരക്തത്തിൽ ഞാനിതാ മുക്കി വയ്ക്കുന്നു. നമുക്കറിയാം, ഫറവോൻ്റെ സൈന്യം മുഴുവനും ചെങ്കടലിൽ മുങ്ങിപ്പോയി. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിനെതിരായി നിന്ന തിന്മയുടെ ശക്തി ഈ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ഇതുപോലെ എല്ലാ തിന്മയുടെ ശക്തികളും യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ മുങ്ങിപ്പോകും. ആ രക്തത്തിൽ മുക്കി വെച്ചാൽ മതി. അങ്ങനെ മകളെ ഈശോയുടെ തിരുരക്തത്തിനായിട്ട് സമർപ്പിച്ച്, ഈശോയെ അവിടുത്തെ രക്തം കൊണ്ട് അവളെ കഴുകണമേ, ഈശോയുടെ രക്തത്തിൽ ഞാൻ അവളെ മുക്കി വയ്ക്കുന്നു എന്ന് മകളെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇത്രയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവളിൽ ഒരു വ്യത്യാസം ഉണ്ടാകും. അപ്പൻ പറയുന്ന കുറച്ചൊക്കെ അനുസരിക്കാനുള്ള മനസ്സിൻ്റെ ഒരു ചെറിയൊരു തുറവ് കാണിക്കും. ആ തുറവ് കാണിക്കുമ്പോൾ അവളെ വചനം കേൾക്കാൻ വേണ്ടി ധ്യാനമന്ദിരത്തിൽ കൊണ്ടുവരിക, ധ്യാനം കൂട്ടിക്കുക. അത്രയും ചെയ്തു കഴിഞ്ഞാൽ അവൾക്ക് പൂർണ്ണമായി അതൊന്ന് വിടുതൽ പ്രാപിക്കാനുള്ള എല്ലാ കൃപയും കർത്താവ് കൊടുക്കും. സ്നേഹമുള്ളവരെ, ജോർജ് എന്ന സഹോദരൻ്റെ മകൾ ചെന്നുപെട്ടിട്ടുള്ള ഒരു പ്രണയക്കെണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിൻ്റെ വേണ്ടി 4 കാര്യങ്ങളാണ് അച്ഛൻ ജോർജിനോട് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതായി, മാമുദീസ സ്വീകരിക്കുന്ന വ്യക്തി അവൻ സുവിശേഷം പ്രഘോഷിക്കാൻ, അതിൻ്റെ നേതൃത്വം വഹിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. യേശു ലോകത്തിൻ്റെ പ്രകാശമായിരിക്കുന്നത് പോലെ അവനും ലോകത്തിൻ്റെ പ്രകാശമായിരിക്കണം.
അപ്പം ജോർജ് ഈ കത്തിലൂടെ മകളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ആദ്യമേ ചെയ്യേണ്ടത് ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ ഞാൻ വിജയിച്ചുവോ പരാജയപ്പെട്ടുവോ എന്ന ആത്മശോധന നടത്തുകയും അതിലൊരു മാനസാന്തരം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ജോർജിനോട് അച്ഛൻ പറയുന്ന ആദ്യത്തെ കാര്യം. ഞാൻ ആ ഉത്തരവാദിത്തം പൂർണ്ണമായി നിർവഹിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ മകൾ ഇങ്ങനെ ഒരു പൈശാചിക ബന്ധനത്തിൽ പെടുകയില്ലായിരുന്നു എന്നാണ് അച്ഛൻ്റെ സൂചന. രണ്ടാമതായിട്ട് അച്ഛൻ പറയുന്നത്, ഒരു പിതാവ് എന്നുള്ള നിലയിൽ ഒരു സുവിശേഷ പ്രഘോഷകനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ്. ഇതുപോലെ പ്രണയക്കെണിയിൽ അകപ്പെട്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് കുട്ടികളുണ്ട്. അവസാനം ആത്മഹത്യയിലേക്കും ഭീകരവാദത്തിലേക്കും മയക്കുമരുന്നിൻ്റെ ഏജൻറ്റുമാരൊക്കെ ആയിട്ട് തട്ടിക്കൊണ്ടുപോകപ്പെടുന്നവർ, അല്ലെങ്കിൽ പെൺവാണിഭ സംഘത്തിൻ്റെ കയ്യിൽ ചെന്നുപെടുന്നവർ. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ നേതൃത്വം ജോർജ് മനസ്സിലേറ്റെടുക്കണം. അതാണ് ജോർജ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. കാരണം അങ്ങനെ ചെയ്യുന്നത് സുവിശേഷം പ്രഘോഷിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. മൂന്നാമതായി, ഈ മകളുമായിട്ട് വഴക്കടിക്കുന്നതിന് പകരം ജോർജ് മനസ്സിലാക്കേണ്ടത് ജോർജിൻ്റെ മുമ്പിലുള്ള ഈ മകളോ അല്ലെങ്കിൽ മകളുമായി ബന്ധപ്പെട്ടവരോ അല്ല പ്രശ്നം. അതിൻ്റെ പിറകിലുള്ള ഒരു ദുരാത്മാവിൻ്റെ പൈശാചിക ശക്തിയുടെ ഒരു ആക്രമണമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ അന്ധകാര ശക്തികൾക്കെതിരെയാണ് പോരാടുന്നതെന്ന് ഓർമ്മ വേണമെന്ന്. അപ്പം അതുകൊണ്ട് യേശുനാമത്തിൽ ഈ അന്ധകാര ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും നീങ്ങിപ്പോകട്ടെ എന്ന് യേശുനാമത്തിൽ കൽപ്പിക്കണം എന്നാണ് അച്ഛൻ മൂന്നാമതായിട്ട് പറയുന്നത്. ഇങ്ങനെ ജോർജിൻ്റെ മനസ്സിലും ഒരു ആഭിമുഖ്യം മാറുമ്പോൾ മകളുടെ മനസ്സിൽ ജോർജിന് സംസാരിക്കാനായിട്ടുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരും. അങ്ങനെയുള്ള ഒരു ഡയലോഗിൻ്റെ ഒരവസരം കർത്താവ് തന്നെ ഉണ്ടാക്കും. അതിനുവേണ്ടി ചെയ്യേണ്ടത്, യേശുവിൻ്റെ തിരുരക്തമേ എൻ്റെ മകളെ വിശുദ്ധീകരിക്കണമേ, ആ തിരുരക്തത്തിൽ അവളെ അഭിഷേകം ചെയ്യണമേ എന്ന് മനസ്സിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവളിൽ തുറവിയുണ്ടാകുമ്പോൾ അവളെ അടുത്തുള്ള ധ്യാന കേന്ദ്രത്തിൽ വചനം കേൾക്കാൻ പറഞ്ഞയക്കുകയും അവിടെ അവൾക്ക് മാനസാന്തരം ഉണ്ടാവുകയും ചെയ്യും എന്നാണ് അച്ഛൻ സൂചിപ്പിക്കുന്നത്. ഇത് ജോർജിന് വേണ്ടി മാത്രമുള്ള മറുപടിയായിട്ടല്ല എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരത്തിൽ കഷ്ടപ്പെടുന്നവർ തിരിച്ചറിയേണ്ടത്, കഷ്ടപ്പാടിൻ്റെ പിറകിൽ നമ്മൾ യുദ്ധം ചെയ്താൽ തോൽക്കുന്ന ആളുകളല്ല. ഒന്ന്. രണ്ട്, ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ പടക്കളത്തിലെ പോരാളിയാണെന്ന് അച്ഛൻ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ ദൗത്യം നിറവേറ്റാതെ നാം നിന്നാൽ നമ്മുടെ തല മറ്റുള്ളവർ കൊണ്ടുപോകും. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അച്ഛ, ഇത്തരത്തിൽ കഷ്ടപ്പെടുന്ന അനേകം പേരുണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയായ കർത്താവേ, സ്നേഹമുള്ള ഈശോയെ, മാമോദീസായിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ വിളി ഞങ്ങൾ മനസ്സിലാക്കുന്നു. എത്ര മഹത്തരമായ വിളിയാണ് ഞങ്ങൾക്ക് അവിടെ തന്നിരിക്കുന്നത്. തിന്മയുടെ ശക്തിയുടെ മേൽ വലിയ അധികാരം മാംസം സ്വീകരിച്ച ഓരോ വ്യക്തിക്കും നൽകപ്പെട്ടിരിക്കുന്നു. ദൈവനാഥ, അങ്ങയുടെ പടയാളിയായി പ്രവർത്തിക്കുവാൻ, അധികാരങ്ങൾക്കും പ്രഭുത്വങ്ങൾക്കും അതീതമായി തിന്മയുടെ ശക്തികൾക്കെതിരായി പോരാടുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. എത്രയോ കുടുംബങ്ങളിൽ കുട്ടികളാണ് തിന്മയ്ക്ക് അടിപ്പെട്ട് കഴിയുന്നത്. അവരുടെ മേലുള്ള അധികാരം മാതാപിതാക്കന്മാർക്ക് അവിടെ നൽകിയിട്ടുണ്ട്. ഈ അധികാരം ഏറ്റെടുത്ത് യേശുനാമത്തിൽ തിന്മയുടെ ശക്തികളെ പരാജയപ്പെടുത്തുവാൻ ഓരോ മാതാപിതാക്കന്മാർക്കും സാധിക്കട്ടെ. അതിനുള്ള അനുഗ്രഹം കൊണ്ട് നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ അഭിഷേകം ലഭിക്കട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി. ആമേൻ. പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടി ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ
പനക്കലച്ചനുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഉചിതമായ സമയത്ത് പനക്കലച്ചൻ കത്ത് ചർച്ച ചെയ്ത് മറുപടി നൽകുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്.